കാരണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞാലി മരക്കാരെ കുറിച്ചാണ്. കുഞ്ഞാലി മരക്കാർ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, മോഹൻലാലിൻ്റെ. അപ്പോൾ കോഴിക്കോട് ഭരണം നടത്തിയ സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് ഈ കുഞ്ഞാലി മരക്കാർ. കോഴിക്കോട് ഉള്ള സാമൂതിരിമാരുടെ നാവികപ്പട തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ. ഇവരുടെ ആസ്ഥാനം വരുന്നത് വടകരയിലാണ്. പുതുപ്പണം എന്ന് പറയും. പുതുപ്പണത്തിലെ ആണ് കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം വരുന്നത്. ഇത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് വടകര. അടുത്തത് ഇവർ ഉപയോഗിച്ച യുദ്ധമുറയാണ് ഗറില. കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാർക്കെതിരെ ഉപയോഗിച്ച ഗറില, ഒളിപ്പോർ എന്നൊക്കെ വിളിക്കുക നമ്മൾ. ഒളിപ്പോർ പഴശ്ശിരാജ് ഉപയോഗിച്ച സെയിം സാധനം. പിന്നെ നമുക്ക് ഇവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണത് കുഞ്ഞാലി മരക്കാർ 4 പേരുണ്ട്. കുഞ്ഞാലി മരക്കാർ 1, കുഞ്ഞാലി മരക്കാർ 2, കുഞ്ഞാലി മരക്കാർ 3 ആൻഡ് കുഞ്ഞാലി മരക്കാർ 4. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത് കുഞ്ഞാലി മരക്കാർ 4 ആണ്. ഇദ്ദേഹത്തെയാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്ന് അറിയപ്പെടുന്ന ആരാണ്? കുഞ്ഞാലി മരക്കാർ 4-മനാണ്. കുഞ്ഞാലി മരക്കാർ 4-മനെ 1600 പോർച്ചുഗീസുകാർ വധിച്ചിട്ടുണ്ട്. ഗോവയിൽ കൊണ്ടുപോയി വധിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞാലി മരക്കാർ 3നെ കുറിച്ച് പറയുകയാണെങ്കിൽ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട പിടിച്ചെടുക്കാൻ സഹായിച്ച കുഞ്ഞാലിയാണ് കുഞ്ഞാലി മരക്കാർ 3. കുഞ്ഞാലി മരക്കാർ 3 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചു. ഈ ചാലിയങ്കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. അറബി കാവ്യം. ഓക്കെ. ഈ ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയ അറബിക് കാവ്യമാണ് ഫത്തുൽ മുബീൻ ട്ടാ. കുഞ്ഞാലി മരക്കാർ 3 ചാലിയങ്കോട്ട പിടിച്ചെടുത്തത്. ഗാസി മുഹമ്മദ് ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫത്തുൽ മുബീൻ എന്ന ഒരു അറബി കാവ്യം ഉണ്ടാക്കുകയുണ്ടായി. ഈ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലി മരക്കാർ സ്മാരകം വരുന്നത് കോട്ടക്കലാണ്. കോട്ടക്കൽ ഇത് വരുന്നത് വടകര തന്നെയാണ്. കോഴിക്കോട് വടകര കോട്ടക്കൽ. അപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം എവിടെ വരുന്നത്? കോട്ടക്കലാണ്. ഇനി കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000 കുഞ്ഞാലി മരക്കാരൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കുഞ്ഞാലി മരക്കാർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ്. ഇവരുടെ ആസ്ഥാനം വരുന്നത് വടകര പുതുപ്പണമാണ്. പിന്നെ 4 കുഞ്ഞാലി മരക്കാരുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കുഞ്ഞാലി 4 ആണ്. യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നു. കുഞ്ഞാലി 3 എന്താ ചെയ്തത്? ചാലിയങ്കോട്ട പോർച്ചുഗീസുകാരന് പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാവ്യമാണ് ഫത്തുൽ മുബീൻ. ആരെഴുതിയ? ഗാസി മുഹമ്മദ്. പിന്നെ കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം എവിടെ വരുന്നത്? കോട്ടക്കൽ ട്ടാ. കോട്ടക്കൽ എവിടെയാണ്? വടകര തന്നെ. കോഴിക്കോട് വടകര. താങ്ക് യു.